العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് നൽകി എന്നുള്ളത്, അഥവാ സന്മാർഗം പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളത്. നമുക്കറിയാം, ധാരാളം മനുഷ്യർ ജീവിക്കുകയാണ് ദുനിയാവിൽ. പല തരത്തിലുള്ള മനുഷ്യരുണ്ട്, പല സ്വഭാവത്തിലും പല രീതിയിലുമൊക്കെ ജീവിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് ധാരാളമായി കാണാം. നമ്മേക്കാൾ പലതുകൊണ്ടും പല അനുഗ്രഹങ്ങൾ ദുനിയാവിയായ പല നേട്ടങ്ങളും നേടിയ എത്രയോ മനുഷ്യർ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത
വലിയൊരു മഹാ സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദുനിയാവിലെ സമ്പത്തോ സൗകര്യമോ ഒന്നും നാളെ പാരത്രിക ജീവിതത്തിൽ ഉപകരിക്കുകയില്ല. അതൊന്നും അവിടെ പരിഗണനാ വിഷയമല്ല. അവിടെ പരിഗണിക്കുന്നത് ഹിദായത്തും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നു. അതല്ലാതെ സമ്പത്ത് അവിടെ മാനദണ്ഡമാക്കപ്പെടുകയില്ല. ഒരാളുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ കുടുംബ മഹിമ എടുത്തു വെച്ചുകൊണ്ട് വലിയ ഒരു തറവാട്ടിൽ ജനിച്ച വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്വർഗം എന്ന ഒരു അവസ്ഥ അവിടെ ആർക്കും ലഭിക്കുകയില്ല, ഒരാൾക്കും ലഭിക്കുകയില്ല. അത് പ്രവാചകന്മാരുടെ കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ സ്വന്തം മകനോ മകളോ ആയിക്കൊള്ളട്ടെ, ആർക്കും ഒരു വിധത്തിലുള്ള പരിഗണനയും അവിടെ ലഭിക്കുകയില്ല. മറിച്ച് ഹിദായത്ത് ലഭിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമായ ഈ ഒരുക്കി വെച്ചിട്ടുള്ള നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുവാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഈ ഹിദായത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അത് ലഭിച്ചില്ലെങ്കിൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും അവിടെ പരിഗണിക്കുകയില്ല എന്ന്. അതുകൊണ്ട് വലിയ ഒരു നിഅമത്താണ് സഹോദരങ്ങളെ നമുക്ക് അല്ലാഹ് നൽകിയത്. ഈ ഒരു അനുഗ്രഹം നമ്മൾ ഒരു നിസ്സാരമായി കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി വതഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മൻ വസുമ്മാ മഅവാഹും ജഹന്നം കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. സൂറത്തുൽ ഇസ്രായിലെ ആയത്ത് അല്ലാഹു പറയുകയാണ്, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകപ്പെട്ടത് അവനാണ് ഫഹുവൽ മുഹ്തദ്, അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണത്. അല്ലാഹു പ്രത്യേകം നൽകുന്നതാണത്. അതെല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെ പലർക്കും പലതും ലഭിച്ചേക്കാം. പക്ഷേ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും കാരുണ്യവും ഒന്നുകൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു എടുത്തു പറയുന്നത്, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. ആർക്കെങ്കിലും അല്ലാഹു ഹിദായത്ത് നൽകിയാൽ ഫഹുവൽ മുഹ്തദ്, അവനാണ് ഹിദായത്ത് പ്രാപിച്ചവൻ. എന്നാൽ വമൻ യുദ്ലിൽ, ആരെങ്കിലും പിഴവിലാക്കിയോ ആരെങ്കിലും വഴികേടിലാക്കിയോ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി, അവനെ കൂടാതെ ഒരാളെയും അവർക്ക് സഹായികളായി ലഭിക്കുകയില്ല, സഹായിയായി ആരെയും കണ്ടെത്തുകയില്ല. വേറൊരാളും അല്ലാഹു ഒരാളെ ലലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല, ഒരാൾക്കും സാധ്യമല്ല. ആർക്കും എത്ര തന്നെ ശ്രമിച്ചാലും, എത്ര വലിയ ഈ പ്രവാചകത്വ പദവിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്താപ്പായോട് പറയുന്നുണ്ട്, മകളെ വിളിച്ചു പറയുന്നുണ്ട്, മകളെ നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളണം. യാ ഫാത്തിമത്ത് ബിന്തു മുഹമ്മദ് ഖിത്അതു കബ്ദി, നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. പക്ഷേ വലൗനി അങ്കി മിനല്ലാഹി ഷൈഅ, നാളെ പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ ഉപ്പാക്ക് കഴിയില്ല മോളെ. സലീമി മാലി മാഷീത്തി, നീ ഉദ്ദേശിച്ചത് എൻ്റെ സ്വത്ത്, ഉപ്പാടെ സ്വത്ത് നീ ചോദിച്ചോ തരാം. പക്ഷേ നാളെ പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ അത് ഉപ്പാനെ കൊണ്ട് സാധിക്കുകയില്ല മകളെ എന്ന് പറയുന്ന മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ മകളോട് പറയുന്ന ഉപദേശമാണ്. അപ്പൊ നോക്കുക സഹോദരങ്ങളെ, അള്ളാഹു ഒരാളെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ അയാൾ വഴികേടിൽ തന്നെയാണ്. അള്ളാഹ് വിചാരിക്കണം അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. പിന്നെ ഇവരെങ്ങോട്ടാണ് അള്ളാഹു വഴികേടിലാക്കിയവരുടെ അവസ്ഥ എന്താണ്? വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അവരെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ അവർ അലാ വുജൂഹിഹിം ഉംയം വബുക്മം വസുമ്മാ, കണ്ണ് കാണാൻ സാധിക്കാത്ത, കേൾവി ഇല്ലാത്തവരായി, ഊമകളായിക്കൊണ്ടാണ് അവർ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. അവർക്ക് കാഴ്ചയുണ്ടായിരുന്നു, പക്ഷെ അവിടെ കാഴ്ച ഇല്ലാത്തവരായിക്കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്നത്. നല്ല ഭൗതികപരമായിട്ട് നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല കേൾവി ശക്തിയുള്ള ആളായിരുന്നു, നല്ല കാഴ്ച ശക്തിയുള്ള ആളായിരുന്നു. പലതുകൊണ്ട് തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് പലതും അവൻ നേടിയിട്ടുണ്ട്. പല കണ്ടുപിടുത്തങ്ങളും അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ, സന്മാർഗം ലഭിക്കാത്ത ആളുകൾ, അള്ളാഹു വഴികേടിലാക്കിയ ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുന്നത് സുമ്മം വബുക്കുമൻ വഉമിയ, അവർ കണ്ണ് കാണാത്തവരായിക്കൊണ്ടും കേൾവി നഷ്ടപ്പെട്ടവരായിക്കൊണ്ടും അതേപോലെ സംസാരിക്കാത്തവരായിക്കൊണ്ടുമാണ് അവർ പരലോകത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. നോക്കുക സഹോദരങ്ങളെ, എത്ര പ്രൗഢിയും പണത്തിൻ്റെ സ്വാധീനവും പണക്കൊഴുപ്പും ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. അവരോട് പറയപ്പെടുന്നു മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാകുന്നു. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, നരകത്തീ ഇങ്ങനെ അവിടെ തീ കുറഞ്ഞു വരുന്ന സംഭവം ഇല്ല. കുല്ലമാ ഖബത്ത്, അതിൻ്റെ ജ്വാല ഇങ്ങനെ അണഞ്ഞു പോകുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? സിദ്നാഹും സഈറ, ചൂട് കൂട്ടിക്കൊണ്ടേയിരിക്കും. ചൂട് കൂട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഹിദായത്ത് അള്ളാഹ് വിചാരിക്കണം. ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവൻ്റെ കാര്യം മഹാദുരിതത്തിലാണ്, മഹാകഷ്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒന്നുമില്ലേ, നമ്മൾ പാവങ്ങളായിക്കൊള്ളട്ടെ, പണമില്ലാത്തവരായിക്കൊള്ളട്ടെ, പക്ഷേ ഹിദായത്ത് എന്ന ആ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചവരാണോ നമ്മൾ രക്ഷപ്പെട്ടു സഹോദരങ്ങളെ. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുനിയാവിൽ നമുക്ക് ഉണ്ടായേക്കാം. പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നമുക്ക് ഉണ്ടായേക്കാം. പലതും നമ്മളെ അലട്ടുന്നുണ്ടാകും, പല വിഷമങ്ങളും ഭൗതികപരമായിട്ട് പലതും നമുക്കുണ്ടാകും. എല്ലാവർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും ഒക്കെ ഉണ്ട്. മക്കളുടെ കാര്യങ്ങൾ, എത്രയോ ആളുകൾ മക്കളെ കൊണ്ട് പ്രയാസം, മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട്. ഈ അടുത്തൊരു കുട്ടി പെട്ടെന്ന് അവളുടെ മാനസിക നിലയിലൊരു മാറ്റം, ഉപ്പ വന്ന് പറയുകയാണ്, എനിക്ക് 3 പെൺമക്കളാണ്, അതിൽ ഇളയ കുട്ടി. അവൾ പെട്ടെന്ന് തന്നെ എന്താണ് അവളുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം, അതായത് ഈ പഴയ ഉടുപ്പും കാര്യവും ഒക്കെ അതിടാൻ പറ്റുമോ, നമുക്കിടാൻ പറ്റുമോ, ആ രീതിയിലുള്ള ചോദ്യങ്ങളും പറച്ചിലും ഒക്കെ ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ഭക്തി, തക്കുവ. നമ്മൾ നരകത്തിൽ പോകില്ലേ, അതിട്ടാൽ നരകത്തിൽ പോകില്ലേ എന്ന ചിന്തയിൽ ഇതിൽ അങ്ങ് മറിഞ്ഞുപോയി. ആ ഉപ്പ വിഷമം പറയും, എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതനുസരിച്ച് നമ്മളെ കൊണ്ടാകുന്നത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും പലതരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. ഈ കുട്ടിയാകട്ടെ നല്ല ഒരു പ്രതീക്ഷയിലൂടെ പഠിക്കുന്ന കുട്ടിയുമാണ്. നീറ്റ് പരീക്ഷ എഴുതാനും മറ്റുമൊക്കെ പ്രത്യേകം ക്ലാസ്സും കാര്യവും ഒക്കെ അങ്ങനെ ആ രീതിയിൽ നടത്തിക്കൊണ്ട് പെട്ടെന്നൊരു മാറ്റം. അപ്പം അങ്ങനെ എത്രയോ ആളുകൾ ഇതുപോലുള്ള മക്കളെ കൊണ്ടും മറ്റുള്ള സാമ്പത്തിക അവസ്ഥയിലും ഒക്കെ പ്രയാസപ്പെടുന്നുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹമാണ് ഇവിടെ പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയ
ഈ ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്ത്, ഈ അനുഗ്രഹം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പേരിനൊപ്പം ബിരുദവും ബിരുദാനന്തരവും ഒന്നും ഇല്ല, നമ്മുടെ പേരിനൊപ്പം ഒന്നുമില്ല, ഒരു ഡോക്ടർ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അള്ളാഹു നൽകിയ ആ ഹിദായത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നിഅമത്തിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയണം. ഒരു നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിനോട് എപ്പോഴും ശുക്ർ പറയണം. സ്വർഗവാസികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. സ്വർഗവാസികളെ കുറിച്ച് പറയാണ് സൂറത്ത് അഅറാഫിലെ 42-43 വചനത്തിൽ അള്ളാഹു പറയുകയാണ്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗവാസികൾ അവർ സ്വർഗത്തിൽ അവരുടെ കാര്യം അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വർഗവാസികൾ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു ശരീരത്തോടും അള്ളാഹു അവർക്ക് കഴിയുന്നതല്ലാതെ അള്ളാഹു അവരോട് ശാസിക്കുകയില്ല. അത് പൊതുവെ അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അള്ളാഹു പല സ്ഥലത്തും അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. പ്രയാസം വരുത്തുന്നതൊന്നും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. ഓരോ ആരാധനാക്രമവും ഓരോന്നും സക്കാത്താവട്ടെ ഒടുക്കി കൊടുത്താൽ മതി. ഉള്ളവൻ കൊടുക്കാനാ പറഞ്ഞത്, ഉള്ളവൻ കൊടുക്കുക. ഹജ്ജ്, ആ ഹജ്ജിനെ സംബന്ധിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾ ആ ഭവനത്തിൽ പോയി ഹജ്ജ് ചെയ്യട്ടെ. നിങ്ങൾക്ക് കഴിയുന്നവർ ഹിജ്ജൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല, കഴിയുന്ന ആളുകൾ പോകുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു കഴിയുന്നതേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഒരു സാധാരണക്കാരനോട്, ഒരു ദരിദ്രനായ ആളോട് നീ പോയി ഹജ്ജ് ചെയ്യാനൊന്നും അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല. ഉള്ളവരോട് ആ രീതിയിലെ പറഞ്ഞിട്ടുള്ളൂ. നിൽക്കാൻ കഴിയില്ലേ നമസ്കരിക്കാൻ, ഇരുന്ന് നിസ്കരിച്ചോ. അങ്ങനെ ഇരിക്കാനും കഴിയുന്നില്ലേ, കിടന്ന് നമസ്കരിച്ചോടാനാ പറഞ്ഞത്. അപ്പൊ ആ രീതിയിലുള്ള ഇളവും കാര്യവും എല്ലാം അള്ളാഹു. യാത്രക്കാരനാണോ എങ്കിൽ നിനക്ക് 2 റക്അത്ത് നിസ്കരിച്ചോ. അവിടെ പോയി നമസ്കരിക്കാൻ ആ സമയത്ത് നീ എത്തുകയില്ലേ, നീ ജമ്മാക്കിക്കോ. ഇങ്ങനെ എല്ലാം വളരെ വിശാലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യവും മനുഷ്യരായി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. സുബഹി നമസ്കാരം നമുക്ക് പ്രയാസമാണോ? പ്രയാസപ്പെടേണ്ട കാര്യം. ഏറ്റവും എല്ലാവർക്കും ഒരേ പോലെ നിസ്കരിക്കാൻ കഴിയുന്ന, തിരക്കില്ലാത്ത ഒരു സമയമാണ് സുബഹിന്റെ സമയം. എല്ലാവർക്കും നമസ്കരിക്കാം. അപ്പം അതിന്റെ തെളിവല്ലേ നമ്മൾ നോമ്പിനെ ആർക്കും സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ അതിന് അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പോ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരു അലാറം വെച്ചാൽ സുബഹിക്ക് ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു അലാറം വെച്ച് നമ്മൾ കിടന്നാൽ നമുക്കത് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഈ വിധത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ അറിയുന്ന, നമ്മളുടെ സ്വഭാവം അറിയുന്ന, നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അല്ലാഹു അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ശാസിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. അവരാകുന്നു സ്വർഗവാസികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളുമാകുന്നു. സ്വർഗത്തിലെ ആളുകൾ. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയത്തിൽ നിന്ന് നാം പകയോ വിദ്വേഷമോ ആയിട്ടുള്ള എല്ലാത്തിനെയും നാം നീക്കം ചെയ്യുന്നതാകുന്നു. എന്തെങ്കിലും ആ ആളുകളോട് പരസ്പരം എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഒക്കെ പരസ്പരം ഉണ്ടെങ്കിൽ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും സ്വർഗത്തിൽ. മനുഷ്യരാണ്, ചില വീഴ്ചകളും സ്വഭാവങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വഭാവത്തിലൊക്കെ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയേക്കാം. പക്ഷേ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നീക്കിക്കളയുകയാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ,
തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും സ്വർഗത്തിൽ. താഴ്ഭാഗത്ത് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത, അള്ളാഹു എവിടെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, കളകളം പൊഴിച്ചൊഴുകുന്ന അരുവികളെ കുറിച്ച് അള്ളാഹു പറയാതെ വിട്ടിട്ടില്ല. അത് മനുഷ്യന്റെ കണ്ണിന് കുളിർമ നൽകുന്ന കാര്യമാണ്. നമ്മൾ പല സ്ഥലത്തും ദൂരെയും ഒക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടവും മറ്റും കാര്യം കാണുമ്പോഴൊക്കെ നമ്മൾ അതിൽ അത്ഭുതം കൂറാറുണ്ട്, അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോഴും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ കളകളം പൊഴിച്ച് ഒഴുകുന്ന അരുവുകളെ കുറിച്ച് അള്ളാഹു നമ്മളോട് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവരെ കുറിച്ച്, സ്വർഗവാസികളെ കുറിച്ച് പറയുകയാണ്, വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗവാസികൾ അവിടെ വെച്ച് പറയുന്ന ആ ഒരു സന്തോഷ വാർത്ത പറയുകയാണ്, ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അതായത് ഞങ്ങളെ ഇതിലേക്ക് വഴി ചേർത്ത, ഈ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് നയിച്ച, ഈ സ്വർഗം നേടിത്തരാൻ കാരണമായ അതിലേക്ക് നയിച്ച അള്ളാഹുവേ നിനക്ക് സ്തുതി. സ്വർഗം നൽകിയ അള്ളാഹുവേ നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് ഈ സന്മാർഗം നമുക്ക് കാണിച്ചു തന്നല്ലോ, അതുകൊണ്ടാണല്ലോ സ്വർഗം കിട്ടിയത്, അതുകൊണ്ട് നിനക്ക് സ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഞങ്ങളെ സന്മാർഗത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ സന്മാർഗം ലഭിക്കുമായിരുന്നില്ല, ഞങ്ങൾ ആ സന്മാർഗത്തിലേക്ക് എത്തുമായിരുന്നില്ല. നോക്കുക, സ്വർഗവാസികൾ സ്വർഗത്തിൽ സന്തോഷം പറയുകയാണ്. അപ്പോൾ വളരെ വളരെ വലിയ ഒരു മഹത്തായ കാര്യമാണ് ഹിദായത്ത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, അവർ പറയാണ് ഞങ്ങളുടെ അടുത്ത് ഈ അള്ളാഹുവിന്റെ ദൂതന്മാർ സത്യവുമായിട്ടാണ് വന്നത്, ഒരു സംശയവും ഞങ്ങൾ പ്രകടിപ്പിച്ചില്ല. അതുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ഈ പ്രവാചകന്മാർ പറയുന്ന സത്യമാണോ, ഇങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ അത് കിട്ടുമോ, അതോ ഇതെല്ലാം വെറുതെയാണോ, ഭൗതികവാദികൾ പറയുന്നതാണോ സത്യം, അതോ ഇതാണോ അള്ളാഹും റസൂലും പറയുന്നതാണോ സത്യം എന്ന് ഒരു സംശയം വിശ്വാസികൾക്കുണ്ടാവുകയില്ല. അതാണ് അവർ പറയുന്നത്. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, സത്യം ആയിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൂതന്മാരെ അയച്ചിട്ടുള്ളത്, വന്നിട്ടുള്ളത്. ആ ദൂതന്മാരൊക്കെ വന്നത് സത്യവുമായിട്ടാണ്. വനൂദു, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അൻ തിൽകുമുൽ ജന്ന, അതാ സ്വർഗം. വിളിച്ചു പറയും, ദാ സ്വർഗം. നിങ്ങൾ കഷ്ടപ്പെട്ടതിനനുസരിച്ച്, നിങ്ങൾ ഹിദായത്ത് തിരഞ്ഞെടുത്തതിൻ്റെ ആ ഒരു പ്രതിഫലമായിക്കൊണ്ട് അതാ നിങ്ങളുടെ സ്വർഗം. അവിടെ വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിൽ വിളിച്ചു പറയുകയാണ്, അതാ നിങ്ങളുടെ സ്വർഗം. നിങ്ങൾ പ്രതീക്ഷ വെച്ചത്, നിങ്ങൾ വിശ്വസിച്ചത്, നിങ്ങൾ കണ്ണിൽ കണ്ടില്ലെങ്കിലും നിങ്ങൾ ദുനിയാവിൽ ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചത്, അതിനുവേണ്ടി ആയിരുന്നല്ലോ നിങ്ങൾ ഈ മുഴുവനും അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തതും നമസ്കരിച്ചതും അതേപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. വനൂദു, വിളിച്ചു പറയും, അൻ തിൽകുമുൽ ജന്ന, ദാ നിങ്ങളുടെ സ്വർഗം അതാകും. വിളിച്ചു പറയും. നാളെ പരലോകത്ത് വിളിച്ചു പറയുന്ന രംഗങ്ങളൊക്കെ ഓരോന്നും വിളിച്ചു പറയും. യുവാക്കളെ വിളിച്ചു പറയും, യുവാക്കളെ നിങ്ങൾ ഇനി യുവാക്കളാണ്, നിങ്ങൾക്ക് വാർദ്ധക്യമില്ല, സ്വർഗത്തിൽ വാർദ്ധക്യമില്ല, എല്ലാവരും യുവാക്കളായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യമുള്ളവരോട് പറയും, എന്താണ്, നിങ്ങൾക്ക് ഇനി ഒരു രോഗമില്ല, അത് നിരാശയില്ല, നിങ്ങൾ സുഖമായി കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് ഇനി ഇവിടെ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇനി നിരാശയില്ല, അങ്ങനെ വിളിച്ചു പറയാൻ. അതേപോലെ തന്നെ സന്തോഷിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഇനി മരണമില്ല എന്നൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന സന്തോഷ വാർത്ത അങ്ങനെ വിളിച്ചു പറയുകയാണ്. അൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമൂഹ, നിങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ടതാണ് ഈ സ്വർഗം, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ സ്വർഗമാണ് ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ നിങ്ങൾക്കുള്ളതാണ് സ്വർഗം. സഹോദരങ്ങൾ, അപ്പോൾ ഇതൊന്നും വെറുതെ അല്ല.
നമ്മളുടെ ഈ ചെറുതും വലുതുമായ ഈ അധ്വാനങ്ങൾ, ഈ കഷ്ടപ്പാടുകൾ, ഈ പ്രയാസങ്ങൾ ഒന്നും നമുക്ക് നഷ്ടമല്ല. മറിച്ച് വരാനിരിക്കുന്ന ആ സ്വർഗീയ ജീവിതത്തിൽ ഇതെല്ലാം അള്ളാഹു മലക്കുകളാൽ വിളിച്ചു പറയപ്പെടുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷിച്ചുകൊള്ളുക അള്ളാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തിൽ. എത്രയോ മനുഷ്യരിവിടെ ജീവിക്കുന്നുണ്ട്, അവർക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹമാണിത്. എത്രയോ ആളുകൾ, എത്ര ആളുകൾ ജീവിതം എന്താണെന്ന് അറിയാത്തവർ, എന്തിനാണ് ജീവിതം, ഇതെന്തിനാണ് ജീവിക്കുന്നത് എന്നറിയാത്ത എത്രയോ മനുഷ്യരിവിടെ ജീവിക്കുന്നു. അതേപോലെ തന്നെ ഈ മദ്യത്തിലും ലഹരിയിലും ഒക്കെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ ആളുകൾ, ജീവിതം പാഴാക്കി കളയുന്ന, തുലച്ചു കളയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടവരാണ്. നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ്, നമ്മളെ രക്ഷപ്പെടുത്തി അതിൽ നിന്നെല്ലാം. അല്ലെങ്കിൽ എന്താകും സ്ഥിതി, നമ്മുടെയൊക്കെ സ്ഥിതി എന്താകും? നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അള്ളാഹുവെ, ഈ ഹിദായത്ത് ചെറിയ കാര്യമല്ല, അതുകൊണ്ട് അവനോട് നന്ദി ചെയ്യണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലാവർക്കും കിട്ടണമേ എന്നുള്ള ഒരു ആഗ്രഹവും ചിന്തയും പ്രവർത്തനവും പ്രാർത്ഥനയും ഒക്കെ നമുക്കുണ്ടാവണം. മറ്റുള്ളവർക്ക് ഈ ഹിദായത്ത് മറ്റുള്ളവർക്കും ലഭിക്കാൻ നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഒരു വലിയ കാര്യമല്ലേ? ദുനിയാവിൽ ഒരു അപകടം നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ കണ്ടാൽ വിളിച്ചു പറയും, നിങ്ങൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല ചേട്ടാ എന്ന് വിളിച്ചു പറയും അല്ലേ? വിളിച്ചു പറയും. എന്തിനാ? അയാൾ പോയി അപകടത്തിൽ വീഴരുത്, അയാൾ അപകടത്തിലേക്കാണ് പോകുന്നത്, അയാൾക്ക് അപകടം സംഭവിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ വെപ്രാളം വേദിയും അയാളുടെ വേദന നമ്മളിലേക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, അപകടത്തിൽ പോകരുത് എന്ന്. പക്ഷേ ഇത് നോക്കൂ, മരണപ്പെട്ടു കഴിഞ്ഞാൽ കത്തിയാവുന്ന കുല്ലമാ ഖബത്ത് സിദ്നാഹും സഈറ എന്ന് അല്ലാഹ് പറഞ്ഞ ആ നരകം, അതിൻ്റെ തീജ്വാല അണയുമ്പോഴെല്ലാം അത് കൂട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന ആ നരകം, തൊലിയെ പോലും കരിച്ചു കളയുന്ന നരകം, തലയോട്ടി പോലും കരിച്ചു കളയുന്ന നരകം, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ ഒരാൾ പെട്ടുപോയാൽ എന്താണ് അയാൾക്ക്? അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമുക്കാവുന്നതൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും. പക്ഷേ ഈ ഒരു കാര്യം ആളുകളോട് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ എന്താകും? ആളുകൾ സംശയത്തിലാണ്, ആളുകൾ നമ്മളെ സംശയിക്കുകയാണ്. പ്രവാചകന്മാർ, ഏറ്റവും മനുഷ്യരിലെ ഏറ്റവും നല്ല ആളുകൾ, സ്വഭാവമാവട്ടെ എന്തുമാവട്ടെ, അവർക്ക് പോലും അവരുടെ അനുഭവം ജനങ്ങൾ അവരെ തിരസ്കരിക്കുകയായിരുന്നു ഉണ്ടായത്. നാട് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഏറ്റവും നല്ലൊരു നന്മയാണ് ഈ പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ സൂക്ഷിക്കണേ, ഒരു നാൾ വരാനുണ്ട്, സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ എന്നാണ് പ്രവാചകന്മാർ അവരോട് പറഞ്ഞിരുന്നത്, അവരോട് ആ ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ എന്താണ്? ഇത് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവരുടെ ആ പ്രവർത്തനങ്ങളും അവർ അവസാനിപ്പിച്ചിട്ടുമില്ല, അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിയില്ല. അത് എന്ത് ത്യാഗവും സഹിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആനിൽ, ഓരോരോ നബിമാരുടെ ചരിത്രങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് യാസീൻ നമ്മൾ ഓതുമ്പോൾ ആ സൂറത്ത് യാസീനിൽ ഒരാളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനെ കാണാം. അതായത് അല്ലാഹു ഒരു സമൂഹത്തിലേക്ക് നബിമാരെ നിയോഗിക്കുകയാണ്.
ആദ്യം നിയമിക്കുന്നു, അദ്ദേഹത്തെ അവർ സ്വീകരിക്കുന്നില്ല. രണ്ടാമതും മൂന്നാമതും മൂന്ന് പേരെ കൊണ്ട് അള്ളാഹു സ്ഥിരപ്പെടുത്തി. എന്നിട്ടും അവർ ആ ജനത നന്നാകാൻ കൂട്ടാക്കിയില്ല. ആ സമയത്താണ് ഈ മനുഷ്യൻ വന്ന് ആ ജനങ്ങളോട് പറയുന്നത്, ജനങ്ങളെ, വജാമിൻ അക്സൽ മദീന, മദീനത്തിന്റെ പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്നും ഒരാൾ ഓടി വന്നുകൊണ്ട് പറയുകയാണ്, വജാ റജുലുൻ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല, അദ്ദേഹം പറയാണ്, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ആ പ്രവാചകന്മാരെ പിൻപറ്റൂ കേട്ടോ. ഇത്തബിഉഹും അല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് യാതൊന്നും ഉപകാരമായി ചോദിക്കാത്ത, ഒരു പ്രതിഫലവും ചോദിക്കാത്ത ആ നല്ല മനുഷ്യരെ നിങ്ങൾ പിൻപറ്റണേ എന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താണ്? അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ആ മനുഷ്യനെ അവർ കൊല്ലുകയാണ്. ആ നാട്ടുകാർ ആ മനുഷ്യനെ കൊല്ലുകയാണ്. അങ്ങനെ മരണപ്പെട്ട അദ്ദേഹത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗം, ഖീല ഉദ്ഖുലുൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹത്തോട് പറയപ്പെടും, ഖീല, അദ്ദേഹത്തോട് പറയപ്പെടും, സന്തോഷ വാർത്ത അറിയിക്കപ്പെടും, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ആ മനുഷ്യൻ ജനങ്ങൾ എറിഞ്ഞു കൊന്ന ആ മനുഷ്യനോട് എന്താണ്, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. അപ്പോഴും ആ മനുഷ്യൻ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴും ആ മനുഷ്യൻ പറയുന്നതാണ്, ഖീല ഉദ്ഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ഈ ജനത ഇത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എനിക്ക് സ്വർഗം നൽകിയ കാര്യം, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരികയും എന്നെ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത കാര്യം ഈ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ, അവരറിയുന്നില്ലല്ലോ ഇത് എന്ന ചിന്തയാണ് ആ മനുഷ്യനെ അപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് എല്ലാവരും പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല ദഅവത്ത് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ഇത് എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്, എല്ലാവരും നിർവഹിക്കേണ്ട കാര്യമാണ്. ഈ കാര്യം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അതല്ലാതെ ഇത് മൂടിവെക്കാൻ പാടുള്ളതല്ല. ഞാൻ എൻ്റെ വിശ്വാസം, ഇത് ഈ ശരിയായ വിശ്വാസം, ഉൾക്കൊണ്ട വിശ്വാസം, അതും ഒരിക്കലും മൂടിവെക്കുന്നത് അത് വലിയ വഞ്ചനയാണ്. അതാണ് മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതക്കുട്ടിയുടെ അടുത്തേക്ക് കയറി പോകുന്നുണ്ടല്ലോ വീട്ടിൽ സന്ദർശിക്കാൻ. പ്രവാചകന് ചെറിയ ചെറിയ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്ന ഒരു ബാലൻ, ജൂതക്കുട്ടി, ജൂതന്റെ മകൻ. പ്രവാചകൻ അവന് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, അവന്റെ വിവരങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, അസ്ലിം, മോനെ നീ മുസ്ലിം ആകൂ. ഏതാ രംഗം ഒന്ന് ആലോചിച്ചു നോക്കുക. മോനെ നീ മുസ്ലിം ആകൂ. അപ്പൊ ആ കുഞ്ഞ് തൻ്റെ ഉപ്പ, തൻ്റെ വാപ്പ, തൻ്റെ പിതാവ് തൻ്റെ അടുത്തിരിപ്പുണ്ട്. ആ കുഞ്ഞ് ആ മുഖത്തേക്ക് നോക്കുകയാണ്, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവിൻ്റെ മറുപടി, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ മോനെ. അബുൽ ഖാസിം പറഞ്ഞത് നീ അനുസരിച്ചു കൊള്ളൂ മോനെ. അങ്ങനെ ആ മകൻ മുസ്ലിം ആവുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹംദുലില്ലാഹില്ലദീ, പ്രവാചകൻ പറയാം, അൽഹംദുലില്ലാഹി അൻഖദഹു മിനന്നാർ, ഈ നരകത്തീയിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നരകത്തീയിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവേ, നിനക്ക് അൽഹംദുലില്ലാ, സ്തുതി, സർവസ്തുതി എന്ന് പറയുന്നു. സഹോദരങ്ങളെ, എത്ര ആളുകൾ നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, അവരൊക്കെ നരകത്തിൽ പോകുന്ന കാര്യം നമ്മളെ വേദനിപ്പിക്കുന്നില്ലേ? നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ലേ? അവർ ആ തീയിൽ കിടന്ന് വേകുന്ന അവസ്ഥ, അഗ്നിയിൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം, മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അതിന് സാധ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത്, വല്ലാസിർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും
വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആ സത്യം പരസ്പരം ഉപദേശിക്കുകയും അതിനുവേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരൊഴികെയെന്ന്. മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിൻ്റെ കോടതിയിൽ. അതുകൊണ്ട് ആരെങ്കിലും ചെയ്യട്ടെ, ആ ഒരു കാര്യം നമുക്ക് ഭൂഷണമല്ല, ശരിയായ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാവട്ടെ, വൽതകും മിൻകും ഉമ്മ, ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒരു സമൂഹം നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ. അപ്പം ആ കൂട്ടായ്മയിൽ ഞാനും എൻ്റെ കാര്യം ജുമായാവും പള്ളി വരും, നിസ്കരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കി ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ എൻ്റെ കാര്യം, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് ചേർന്നതല്ല. മറിച്ച് ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം, എല്ലാവർക്കും രക്ഷപ്പെടണം. ആ ഒരു ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ കാര്യം നാം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഓഫറാണ് നമുക്ക് അതിൽ നൽകപ്പെടുന്നത്. വലിയ കാര്യമായിട്ടാണ് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. ഇതാരെങ്കിലും ചെയ്താൽ വലിയ പുണ്യമുണ്ട് എന്ന് പറയുക, ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന. ഏതുവരെ മൻ ദല്ല അലാ ഖൈരി, ആരെങ്കിലും ഒരു ഖൈർ, ഒരു നന്മ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിക്കുന്നതിൻ്റെ ആ പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ലഭിക്കുമെന്ന്. നോക്കുക, വലിയ കാര്യമാണ്, വലിയൊരു പ്രവർത്തനമാണ്. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്ത ആ നന്മ അനുസരിച്ച് അയാൾ ജീവിച്ചാൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന് സമാനമായ പ്രതിഫലം നമ്മിലേക്കും വന്നു ചേരുകയാണ്, അള്ളാഹു നൽകുമെന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കണം, നന്മകൾ അറിയിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളത് പിന്നെ അതിന് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അത് നിലച്ചു പോകാൻ പാടില്ല. കാലം മാറി വന്നാൽ, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണല്ലോ, നല്ല ഒരു സമയമാണ്, എല്ലാവർക്കും ഒരു സമയമാണ്. അപ്പോൾ അത് മഴക്കാലമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പല പരിപാടികളും ചുരുക്കി വെക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഈ പരിസരങ്ങളിൽ എത്രയോ ആളുകളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരുടെ വിശ്വാസം തകർച്ചയിലാണെന്ന് നമുക്കറിയാം, അല്ലേ? നമുക്കറിയാം അവരുടെ വിശ്വാസം ശരിയല്ല. അവർ അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കന്മാരെയും അതേപോലെയുള്ള മഹാന്മാരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതേപോലെ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അതിനോട് ഇസ്തിഗാസയും സഹായവും ഒക്കെ ചോദിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കുന്നവരാണ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ രക്ഷപ്പെടുത്തണം. ഏകനായ സൃഷ്ടാവിനെ മാത്രമേ, അവന്റെ മുമ്പിൽ മാത്രമേ വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കാൻ പാടുള്ളൂ. നേർച്ചകളും വഴിപാടുകളും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഖബർ കെട്ടിപ്പൊക്കരുത്, അവിടെ ആരാധന കേന്ദ്രമാക്കരുത് എന്ന രീതിയിൽ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ കർമ്മങ്ങളാണോ അള്ളാഹു സ്വീകരിക്കുക? ഈ തൗഹീദ് ആണ് അള്ളാഹു പരിഗണിക്കുക. ലഇൻ അശറക്ത ലയഹ്ബതൻ അമലുക വലതകൂനന മിനൽ ഖാസിരിൻ. നബിയെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്, പ്രവാചകരെ, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ, ഈ വക കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും, നഷ്ടത്തിലാകും. ലയഹ്ബതൻ അമലുക, നിന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും. വലതകൂനന മിനൽ ഖാസിരിൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ എന്ന് അല്ലാഹു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ഈ കൗമിന്റെ കാര്യം ചിന്തിക്കുന്നില്ല. അവർ ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ഞങ്ങൾ ഹിദായത്തിലാണെന്നുള്ള ബോധത്തിലും ഉറച്ച വിശ്വാസത്തിലുമാണ് അവരൊക്കെ ഉള്ളത്. അവരെ തിരുത്തിയെടുക്കേണ്ടതുണ്ട്, അവരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ പള്ളികളിലായിട്ട് ഒതുങ്ങിക്കൂടാൻ പാടില്ല. നമ്മൾ പ്രവർത്തിക്കണം, ഈ പുറത്തേക്ക് ഇറങ്ങണം, പരിസരങ്ങളിലേക്ക് ഇറങ്ങണം. ഇതിന്റെ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം, സത്യം കേൾപ്പിച്ചു കൊടുക്കണം. അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും, ബഹിഷ്കരണം ഏൽക്കേണ്ടി വരും. പ്രവാചകന് ഏൽക്കേണ്ടി വന്നു 3 വർഷക്കാലം. ശഅബ് അബീ താലിബിൻ കുന്നിൻ ചരിവിൽ പച്ചിലയും പച്ചവെള്ളവും മാത്രം തിന്നുകൊണ്ട് ജീവിക്കേണ്ടി വന്നു. അവർ സഹാബികൾ പറയുകയാണ്, ഞങ്ങൾ മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ ഞങ്ങൾ കാഷ്ടിച്ചു പോയിട്ടുണ്ട്. മൃഗങ്ങളുടെ കാട്ടം പോലെ ഞങ്ങളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കാഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. ഉരുവിലക്കായിരുന്നു. പ്രവാചകനെയും മുസ്ലിങ്ങളെയും അവർ ബഹിഷ്കരിച്ചു. അപ്പൊ ഇതൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോ വതവാസോ ബിൽഹഖ് വതവാസോ ബിസ്സബ്ർ, അതിനു വേണ്ടി ക്ഷമിക്കുകയും ചെയ്യുക. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും സാമ്പത്തികമായും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അല്ലാഹു അവൻ്റെ ഖൈറും ബർക്കത്തും അവൻ നൽകുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു നരകത്തിയിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ഹിദായത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുകയും ആ അവസാനം നമ്മുടെ മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ കലിമത്തു തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും യാത്രയാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രദേശങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ എത്തിച്ചു കൊടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد